ഞാൻ പെട്ടെന്ന് പറഞ്ഞ് തീർക്കുകയാണ്, ഒറ്റടിക്ക് പോവുകയാണ്. അത് കുറച്ച് ഗൗരവമുള്ള വിഷയമായതുകൊണ്ട് ഞാൻ അവിടെ ഒന്ന് വിശദീകരിച്ചതാണ്. കുതുബിൻ്റെ നിയന്ത്രണ പരിധി അതും ഇപ്പോൾ പറയാൻ നമ്മൾ വായിച്ചതിലൊക്കെ ഉണ്ട്. നമ്മൾ ഈ വായിച്ചതിലൊക്കെ അതുണ്ട്, അതെല്ലാം നിയന്ത്രിക്കുന്നുണ്ട്, നമുക്ക് മനസ്സിലാക്കുന്നത്. ഞാൻ സമർത്ഥിക്കേണ്ട ആവശ്യമില്ല. ആമായ പൊതുവെയുള്ള നിയന്ത്രണം. പക്ഷേ ചിലരെ ഇസ്തിസ്ന ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. അഫ്രാദിന് കുറേ വിഭാഗം അഫ്രാദിങ്ങളുണ്ട്. മഫാത്തിഹുൽ കുനൂസ് എന്ന് പറയുന്ന അഫ്രാദിങ്ങളാണ് വലിയ അഫ്രാദിങ്ങൾ. അവരുടെ പ്രത്യേക പേരാണ് മഫാത്തിഹുൽ കുനൂസ്. അൽ ഫർദിയത്തുൽ കാമില അതിൻ്റെ ലോബിയായ ഭാഷയാണ്. മഫാത്തിഹുൽ കുനൂസ് എന്ന് പറഞ്ഞ അഫ്രാദിങ്ങളുണ്ട്. അങ്ങനെ പിന്നെ വേറെ ഉണ്ട് കുത്തുബുൽ വഹദ എന്ന് പറയുന്ന അഫ്രാദുണ്ട്. കുത്തുബുൽ വഹദ എന്ന് പറഞ്ഞാൽ കുത്തുബ് ഈ ഗൗസ് എന്ന് പറഞ്ഞ സ്ഥാനത്തു നിന്നൊക്കെ കയറിയാൽ പിന്നെ കുത്തുബുൽ വഹദ എന്ന് പറഞ്ഞിടത്തൊക്കെ എത്തും. അവരുടെ മേലിൽ അഫ്രാദിൽപ്പെട്ട ഒരു വിഭാഗത്തിനും അംബിയാ മുർസലീങ്ങളിൽ നിന്നും കുത്തുബിന് നിയന്ത്രണം ഇല്ല. അതാണ് കുത്തുബിൻ്റെ നിയന്ത്രണത്തിൻ്റെ പരിധി. പിന്നെ മരണശേഷവും കുത്തുബിയ്യത്ത് എന്ന് പറയുന്ന നിയന്ത്രണമില്ല. അത് നമുക്ക് പറയാം. അടുത്തത് കുത്തുബ് അഹ്ലുൽ ബൈത്ത് ആവേണ്ടതുണ്ടോ? കുത്തുബിന് അങ്ങനെ ഒരു ഷർത്തുണ്ടോ? കുത്തുബ് അഹ്ലുൽ ബൈത്ത് ആവണോ? അങ്ങനെ ഒറ്റപ്പെട്ട ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അതാണ് ചിലർ വലിയ സംഭവമാക്കിയിട്ട് പറയുന്നത്. കുത്തുബിന് അഹ്ലുൽ ബൈത്ത് ആവുന്ന നിബന്ധന ഉണ്ട്. നിങ്ങൾ പരിശോധിച്ചാൽ, സൂഫിയത്തിൻ്റെ കലാമ് പരിശോധിച്ചാൽ 99% കിതാബിലും ഇല്ല എന്നാ കാണാം. നിബന്ധന ഇല്ല. ഉണ്ട് എന്ന് ഒറ്റപ്പെട്ട കിതാബുകളിലുണ്ട്. ഓരോ കീലുണ്ട് ഉണ്ട് എന്നുള്ളത്. അതിനെ നമ്മൾ അത് കണ്ടിട്ട് മൊത്തത്തിൽ നമ്മൾ നോക്കാത്ത കിതാബും പറ്റിയും കൂടെ പറയാം. ആ സൂഫിയത്തിൻ്റെ കിതാബിലൊക്കെ ഉണ്ട് എന്നുള്ളത് എന്ന് പറയുന്ന അദബ് കേടല്ലേ? അത് പറയാൻ പാടുണ്ടോ? നമ്മൾ പറയുന്നതിന് ലിമിറ്റ് വേണ്ടേ? നമ്മൾ നോക്കിയത് ഒരു കിതാബ് എന്നിട്ട് പറയാം സൂഫിയത്തിൻ്റെ കിതാബിലൊക്കെ ഉള്ളത് അഹ്ലുൽ ബൈത്ത് ആവണമെന്ന് നിബന്ധന ഉണ്ട്. ഇത് അദബ് കേടല്ലേ? അത് അദബ് കേടാണ്. അങ്ങനെ പറഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമേ വരാണ്ട്. ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി കുത്തുബുൽ ആരിഫീനാണ്. അവരുടെ ഷെയ്ഖ് അബുൽ അബ്ബാസിൽ മുർസി അവർ അറബി തന്നെയല്ല, അറബി കബീലയിലേക്ക് തന്നെ പോണില്ല. അവർ കുത്തുബാണ്. അബുൽ അബ്ബാസുൽ മുർസി കുത്തുബാന്ന് പല സ്ഥലത്തും ഉണ്ട്. മിനഹുൽ മക്കീൽ കാണാം അവർ കുത്തുബാണ്. എത്രയോ സ്ഥലത്ത് അവർ കുത്തുബ് സമാനാണ്, കുത്തുബുൽ വക്താന്ന് കാണാം. പിന്നെ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരിനെ പറ്റിയും കാണാം. അതുപോലെ അബ്ദുൽ വഹാബ് ഷഅറാനി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും അത് വലിയ മുടിയൊക്കെ വളർത്തിയ ഒരാളേനേക്കും. ഷഅറാനി ഇമാം ചില്ലറല്ല. ഷഅറാനി ഇമാമിൻ്റെ വലിപ്പങ്ങൾ ഉൾക്കൊള്ളുന്നെ വേണം. അത് അറിയണമെങ്കിൽ ഷഅറാനി ഇമാമിൻ്റെ ലതായിഫുൽ മിനൻ മുത്വാല ചെയ്യണം. ഇനി അതുമില്ലെങ്കിൽ പിന്നെ അൽ മീസാനുൽ കുബ്ര എന്ന് പറഞ്ഞ കിതാബിൻ്റെ തുടക്കഭാഗം ഒന്ന് നോക്കിക്കളി. ഷറഹുൽ മുഹദ്ദബൊക്കെ ഞാൻ എത്ര വലിയ കിതാബാ 50 തൊട്ടൊക്കെ മുത്വാല ചെയ്തു. ഫുള്ള് എന്നാ പറയുന്നത്. ഷാഫിയ്യത്തിൽ ഉണ്ടാക്കപ്പെട്ട നമ്മളൊന്നും കാണാത്തത് ചിലപ്പോൾ, അല്ലെങ്കിൽ നോക്കാത്തത്, അതൊക്കെ ഞാൻ ഇത്ര തവണ ഞാൻ മുത്വാല ചെയ്തു എന്നാ പറയുന്നത്. ഫിഖ് കലക്കി കുടിച്ചിട്ടുണ്ട് ഷാഫിയ്യത്തിൻ്റെ. അതിൽ പറഞ്ഞ ചില കിതാബൊന്നും ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞ് ഞാൻ കണ്ടിട്ട് തന്നെ ഇല്ല എന്നാ. ആ കിതാബുകളൊക്കെ ഞാൻ ഇത്ര തവണ ഞാൻ മുത്വാല ചെയ്തുകണ്. എന്നിട്ട് പിന്നെ പറയുന്നുണ്ട്, ഇത് കേൾക്കുമ്പോൾ എനിക്ക് തോന്നും ഞാനിതൊരു വാദം വാദിക്കുകയാണ്. എനിക്ക് വലിയ സംശയമുണ്ട്. ആ കിതാബിലൊക്കെ പറഞ്ഞത് എന്നോട് ചോദിച്ചോ, എവിടെ ചോദിച്ചോ, ഞാനത് എടുത്ത് പറഞ്ഞു തരാം. അങ്ങനെ പറയാൻ പറ്റിയൊരു ഫഖീഹ് ആരാന്നുള്ളത് ഉണ്ടെങ്കിൽ പറയും. ആരുണ്ട് അങ്ങനത്തെ ഒരു ഫഖീഹ്? ഷാഫി മദ്ഹബിലുള്ള ഷഅറാനിമ പറഞ്ഞ കിതാബുകളെല്ലാം പോട്ടെ, തുഹ്ഫന്നെ എല്ലായിടത്തും ചോദിച്ചാൽ പറയാൻ കഴിയുമല്ലോ ആരാന്നുള്ളത്. നോക്കിയിട്ട് പറയാൻ തരേണ്ടി വരും. തുഹ്ഫ നമ്മുടെ അടുത്തേക്ക് വന്നിട്ട് കാലത്തരായി. തുഹ്ഫ എത്തിറങ്ങാനുണ്ട്. അപ്പോൾ അത്രയും വലിയ മഹാനാണ് അബ്ദുൽ വഹാബ് ഷഅറാനി. അവരുടെ അടുത്തേക്ക് തുഹ്ഫ എഴുതുന്ന കാലത്ത് ജീവിച്ച മുഹമ്മദ് ഷിർബീനി റളിയല്ലാഹു അൻഹു അവരുടെ സുഹൃത്താ. ഷഅറാനിമ പറയുന്നുണ്ട്, സുഹൃത്തുക്കളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആള്, എന്നോട് ഏറ്റവും അദബ് കാണിക്കുന്ന ആളും ഷിർബീനിയ. അദ്ദേഹം എന്നെ കാണാൻ വരുമ്പോൾ എൻ്റെ പിന്നെ സ്ഥലത്തിൻ്റെ അതിരിലെത്തിയ അവിടെ നിന്ന് നിൽക്കും. എന്നിട്ട് എൻ്റെ പേരിൽ ഒരു ഫാത്തിഹ ഓതും. ഫാത്തിഹ ഓതിയതിന് ശേഷം
ഇങ്ങോട്ട് വരാൻ ഇൽഹാം കിട്ടിയാൽ വരും, സമ്മതം കിട്ടിയാൽ, അല്ലെങ്കിലോ തിരിച്ചു പോവും. ഇന്നെ സ്വീപ്പാക്കൂല. ഷാറാനിമ വാതിലടിച്ച് ചിലപ്പോൾ ഉള്ളിൽ കുത്തിരിക്കായിരിക്കും, അപ്പം ബെല്ലടിച്ച് സ്വീപ്പാക്കൂല, വാതിൽ മുട്ടി സ്വീപ്പാക്കൂല. കാരണം അവരാ ഇരുത്തത്തിൽ പല അനുഭവങ്ങളും ഉണ്ടാവും, അവർക്ക് പല വിഷയങ്ങളിലായിരിക്കും. അപ്പോൾ ഷോലാക്കിയാൽ ഭയങ്കര അധപകേടല്ലേ. പലരും അങ്ങനെ സ്വീപ്പാക്കിയിട്ടാണ് അതുള്ള വഹാബ് ഷാറാനി അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഷിർബീനി ആരാ? ഷിർബീൻ ഇമാം ഷെയ്ഖുൽ ഇസ്ലാമിൻ്റെ തൊബക്കയിലുള്ള ആളാണ്, ഇബ്നു ഹജറിൻ്റെ ഉസ്താദിൻ്റെ തൊബക്കയിലുള്ള ആളാണ്. മുഹമ്മദ് ഷിർബീനി, മുഗ്നിൻ്റെ മുസന്നിഫ് ഖതീബ് മുഹമ്മദ് ഷിർബീനി, അത്രയും വലിയ ആളെ ഷാറാനി ഇമാം. ആ ഷാറാനി ഇമാം കുത്തുബാണ്. ആ ഷാറാനി ഇമാം അദ്ദേഹത്തിൻ്റെ ഷെയ്ഖാണ് അലിയുൽ ഖവ്വാസ്. അലിയുൽ ഖവ്വാസ് റളിയല്ലാഹു അൻഹു. അവരോട് ചോദിച്ച ഫതാവയും മറുപടി എഴുതിയിട്ടുണ്ട്. ദുററുൽ ഖവ്വാസ് അല ഫതാവ അലിയുൽ ഖവ്വാസ്. ആ കിതാബിൽ 90-ാമത്തെ പേജിൽ പറയുന്നുണ്ട്, ചോദ്യം ചോദിക്കുന്നുണ്ട്. അത് ഞാൻ വായിക്കാം. ഫഖുൽതു ലഹു ഹൽ യഖ്തസ്സുൽ ഖുതുബു ബികൗനിഹി ലാ യകൂനു ഇല്ലാ മിൻ അഹ്ലിൽ ബൈത്തി കമാ സമിഅതുഹു മിൻ ബഅദിഹിം. ചിലർ പറയുന്നുണ്ടല്ലോ അഹ്ലു ബൈത്തിൽ നിന്നേ കുത്തുബ് വരും, ശരിയാണോ? ഫഖാല ലാ യുഷ്തറത്തു ദാലിക, അങ്ങനെ ഷർത്തില്ല. വല അല്ല മൻ ഇഷ്തറത്ത ദാലിക, അങ്ങനെ ഷർത്തുണ്ട് എന്ന് പറഞ്ഞ ആൾ കാന ഷരീഫൻ, ഉണ്ട് എന്ന് പറഞ്ഞ ആൾ സയ്യിദ് അഹ്ലു ബൈത്ത് ആയിരിക്കും, ഷരീഫായിരിക്കും. അപ്പോൾ തഅസ്സബലി നസബിഹി, അപ്പോൾ ആ നസബിനും വേണ്ടി, നസബിനുള്ള തഅസ്സുബിന് വേണ്ടി പറഞ്ഞതായിരിക്കും എന്നാണ്. ചെറിയ തഅസ്സുബേ പറഞ്ഞതായിരിക്കും. അങ്ങനെയാണ് പിന്നെ അലിയുൽ ഖവ്വാസ് കൊടുത്ത മറുപടി. ഇത് അലിയുൽ ഖവ്വാസ് മാത്രമല്ല പറഞ്ഞു, രണ്ടാളും കുത്തുബീങ്ങളല്ലേ. കുത്തുബിന് ആ മാരിഫത്ത് ഇല്ലാതാകുമോ? കുത്തുബിൻ്റെ മാരിഫത്ത് കുത്തുബിന് ഇല്ലാതാകുമോ? അപ്പോൾ അവർ രണ്ടാളും പിന്നെ അഹ്ലു ബൈത്ത് പെട്ടോലല്ല. പിന്നെ മാത്രമല്ല അബുൽ അബ്ബാസുൽ മുർസി അവരും പറഞ്ഞിട്ടുണ്ട് ഇതേ വിഷയം. അബുൽ അബ്ബാസുൽ മുർസിയിൽ നിന്ന് ഇബ്നു അത്താഇല്ലാ സിക്കന്ദരി നഖൽ ചെയ്യുന്നുണ്ട്, കുത്തുബിന് സയ്യിദ് ആവൽ നിബന്ധനല്ല, അഹ്ലു ബൈത്ത് ആവൽ നിബന്ധനല്ല. ജവാഹിറുൽ അജീബയിലും ആ വിഷയം പറഞ്ഞിട്ടുണ്ട്. ജവാഹിറുൽ അജീബയിൽ 267-ാമത്തെ പേജിൽ പറയുന്നുണ്ട്, വലാ യൽസമു അൻ യകൂന ഷരീഫൻ നസബി കമാ ഖാല ഷെയ്ഖ് അബുൽ അബ്ബാസിൽ മുർസി റളിയല്ലാഹു അൻഹു. ഇബ്നു അത്താഇല്ലാ സിക്കന്ദരി നഖൽ ചെയ്തതും ഞാൻ കണ്ടിട്ടുണ്ട്. ആ കിതാബ് ഇപ്പോൾ ഇവിടെ നേരത്തെ ഞാൻ തിരഞ്ഞു നോക്കി, ഇപ്പോൾ കിട്ടിയിട്ടില്ല. പിന്നെ മാത്രമല്ല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, അല്ലേ, ഉസ്മാൻ റളിയല്ലാഹു, ഇവർ കുത്തുബ എന്നുള്ളതിൽ ഖുലഫാ അർബഅത്ത് അഖ്താബ എന്നുള്ളതിൽ യാതൊരു സംശയമില്ല എന്ന് യവാഖീത്തിൽ 340-ാമത്തെ പേജിൽ പറഞ്ഞിട്ടുണ്ട്. ആ കുത്തുബിയത്ത് യഥാർത്ഥ കുത്തുബിയത്ത് റസൂലുള്ളാഹിൽ നിന്ന് കിട്ടിയ നേരെ കുത്തുബിയത്താണ്. ആ കുത്തുബിയത്തിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അവർ സയ്യിദ് അല്ലല്ലോ. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഈ അർത്ഥത്തിൽ ഹസനി ഹുസൈനി അല്ലല്ലോ. സയ്യിദ് എന്ന് പറഞ്ഞതിന് ആ അർത്ഥം വെക്കുകയാണെങ്കിൽ പറയും, ഖുറൈശി എന്നർത്ഥം വെക്കുകയാണെങ്കിൽ ഖുറൈശി ആകേണ്ട ആവശ്യമില്ല. പക്ഷേ ഒരു ഖുറൈശിയും ഒരു സയ്യിദും ഒരു അഹ്ലു ബൈത്തും ഒക്കെ ഉണ്ട്, അത് നമുക്ക് പറയാം. പിന്നെ നവവി ഇമാം കുത്തുബായിന്ന് നവവി ഇമാമിൻ്റെ പിന്നെ തർജമ പറയുന്ന കിതാബിലുണ്ടല്ലോ നവവി ഇമാം കുത്തുബായി എന്നുള്ളത്, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും. ഷാഫി ഇമാം കുത്തുബ എന്നുള്ളത് യവാഖീത്തിലുണ്ട്. ഷാഫി ഇമാം സയ്യിദ് അല്ലല്ലോ, ഖുറൈശിയാണ്, സയ്യിദ് അല്ല. നവവി ഇമാം ഖുറൈശി അല്ല, നവവി ഇമാം പിന്നെ കുത്തുബായിട്ടുണ്ട്. നവവി ഇമാമൊക്കെ ആയ കുത്തുബിയത്ത്, ഷാഫി ഇമാമൊക്കെ ആയ കുത്തുബിയത്ത് യഥാർത്ഥ കുത്തുബിയത്ത് അന്ന് തന്നെയാണ് യവാഖീത്ത് എന്ന് മനസ്സിലാണത്. അയിമത്ത് അർബഅത്തിനൊക്കെ ഓല അയിമത്തുൽ മുജ്തഹിദീങ്ങൾക്ക് കുത്തുബാകാൻ കഴിയും, അവർക്കാണ് കുത്തുബാകാൻ ഏറ്റവും എളുപ്പമുള്ള വഴി എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ മഷ്റഉർ റവി, അബീബക്കർ ഷില്ലിയുടെ അൽ മഷ്റഉർ റവി ഇവിടെ ഉണ്ട്, നമ്മൾ നേരത്തെ കണ്ട അൽ മഷ്റഉർ റവി. ഈ അൽ മഷ്റഉർ റവിയിൽ 152-ാമത്തെ പേജിലാണ് കുത്തുബ അവൽ ഷർഫ്, ഒരു തങ്ങളാണ് മഷ്റഉർ റവി. അബൂബക്കർ ഷിൽവി അലി ആല് ബാഅലിവി പെട്ട ആളാണ്. അവർ കുത്തുബാവൽ ഷർത്താന്ന് തെർജിയാക്കിയത്. ബാല് പറഞ്ഞു എന്ന് പറഞ്ഞാണ്ട് പിന്നെ വല്ല ഔജവും കുത്തുബാവലിയാണ് വേണ്ടിയെന്ന് അങ്ങനെ പറഞ്ഞാണ്. പക്ഷെ അതിപ്പോൾ ഈ പറഞ്ഞ യാഥാർത്ഥ്യങ്ങളോടൊക്കെ എതിരാകാണ്. പക്ഷേ അങ്ങനെ
കുത്തുബിന് അഹ്ലു ബൈത്ത് ആവണമെന്ന് ചോദിച്ചാൽ അഹ്ലു ബൈത്ത് ആവണം. ഈ അഹ്ലു ബൈത്ത് അല്ലാതെ കുത്തുബിന് അഹ്ലു ബൈത്ത് ആവൽ നിർബന്ധമുണ്ട്, ഷർത്തുണ്ട്. അതേത് അഹ്ലു ബൈത്താ? ഒരു സാക്ഷാൽ അഹ്ലു ബൈത്ത് ഉണ്ട്, 1-ാം നമ്പർ അഹ്ലു ബൈത്ത്. ആ 1-ാം നമ്പർ അഹ്ലു ബൈത്ത് ആരാണ്? 1-ാം നമ്പർ അഹ്ലു ബൈത്ത് യഥാർത്ഥ വിലായത്തിൻ്റെ അഹ്ലുകാർ. യഥാർത്ഥ വിലായത്തിൻ്റെ അഹ്ലുകാർക്കാണ് മുത്തുനബിനോട് ശരിക്കിന് ഖറാബത്ത് കിട്ടിയ ആളുകൾ. എന്തുകൊണ്ട്? അത് പല ആരിഫ്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. റൂഹ്, യഥാർത്ഥ നസബ് റൂഹിൻ്റെ നസബാണ്, ജസദിൻ്റെ നസബല്ല. ജസദിമെന്ന് കിട്ടാൻ പോകുന്നത് ചോരയാണ്. ജസദിൻ്റെ നസബിനേക്കാൾ പ്രധാനപ്പെട്ടത് റൂഹിൻ്റെ നസബ. അപ്പോൾ മുത്തുനബിയുടെ റൂഹുമായി ബന്ധം, കുർബത്ത്, കണക്ഷന് കിട്ടിയ ആളുകളാണ് ഔലിയാക്കന്മാരിൽ വലിയ പതിവുള്ള ആളുകൾ. നൂറ് മുഹമ്മദിയായിട്ട് കണക്ഷനുള്ള ആളുകൾ. നൂറ് മുഹമ്മദിയായിട്ട് കണക്ഷൻ കിട്ടിയാൽ അതാണ് ഏറ്റവും വലിയ ഖറാബത്ത്. അത് ഹദീസിലുണ്ട് ആ പറഞ്ഞ സംഭവം. അതിന് അഹ്ലു ബൈത്ത് എന്നും പറയും. അതൊക്കെ റസൂൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ വിഷയം അലിയുൽ ഖവ്വാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അബ്ദുൽ വഹാബ് ഷാറാനി അത് ഉദ്ധരിക്കുന്നുമുണ്ട്. പിന്നെ ഖുൽ ലാ അസ്അലുക്കും അലൈഹി അജ്റൻ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബ. ആ ഖുർബനെ പറ്റി ചർച്ച ചെയ്തപ്പോൾ അവരവിടെ കാര്യമായിട്ട് പറഞ്ഞത് ഖുർബ രണ്ടുണ്ട്. അതിന് പ്രധാനപ്പെട്ട ആദ്യത്തെ ഖുർബ ഏതാണ് എന്നാണ് പറഞ്ഞത്? അത് ഖറാബത്തുൽ വിലായത്ത്, നബിയായിട്ട് റൂഹായിട്ടുള്ള ബന്ധം. കാരണം എന്തുകൊണ്ട്? കേവലം ശരീരമായിട്ട് ബന്ധമുള്ള ഈ ഔലാദ് ഓല് നിസ്സാരപ്പെടുത്തല്ല. അത് വലിയ സ്ഥാനം തന്നെയാണ്, നിസ്സാരപ്പെടുത്തല്ല. നമ്മളൊരു വിഷയം പറയുമ്പോൾ ഒരു അഫ്ളലായ രണ്ട് സാധനത്തിനെ പറ്റി പറയുമ്പോൾ അതിന് ഏറ്റവും ഹൈറായതിനെ പറയുന്നത് മറ്റിനെ ഇഹാനത്താക്കലല്ല. നമ്മൾ മറ്റേ വിഷയം പറയുമ്പോൾ തോന്നും അതാണ് ഏറ്റവും വലുത്. അത് വല്ലപ്പോൾ ചർച്ച ചെയ്യണത് അതല്ലാത്തത് കൊണ്ടാണ്. പിന്നെ അലിയുൽ ഖവ്വാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കുല്ലാ അസ്അലുക്കും അലൈഹി അജ്റൻ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബ എന്ന് പറഞ്ഞാൽ ഔലിയാവിനെ മഹബത്ത് വെക്കണം. അത് റസൂലുള്ളാഹിയുമായിട്ടുള്ള ഖറാബത്ത്, സാക്ഷാൽ ഖറാബത്ത് കിട്ടിയ കൂട്ടരാണ് ആര്? അവർ. ഇപ്പോൾ റസൂലുള്ളാഹിയുടെ പിന്നെ ശാരീരിക നസബ് എന്ന് പറയും, അതിന് സിയാദത്ത് എന്ന് പറയും, അഹ്ലു ബൈത്ത് എന്ന് പറയും, ഖറാബത്ത് എന്ന് പറയും, എന്തെല്ലാം പേര് പറയും അതൊക്കെ പറയും. അതിന് ഈ ഔലിയാക്കന്മാരിതിന് അവർ പറഞ്ഞ് ഞങ്ങളാണ് ഏറ്റവും വലിയ അഹ്ലു ബൈത്ത് എന്ന് ഔലിയാക്കന്മാർ വരുന്നു. അഹ്ലു ബൈത്ത് സാക്ഷാൽ ഔലിയാക്കന്മാരുതാന്ന് അവർ പറയുന്നു. കാരണം എന്താന്ന്? ഓൽക്കത് ബോധ്യപ്പെടുകയാണ്. ശാരീരികമായ അഹ്ലു ബൈത്തിനെ ഒരിക്കലും റസൂലുള്ള വെറും അഹ്ലു ബൈത്ത് ആയി എന്നുള്ള പേരിൽ അവരുമായി റസൂലുള്ള ഉണർവിൽ ഒത്തുകൂടുന്നില്ല. ഔലിയാവുമായിട്ട് റസൂലുള്ള ഉണർവിൽ ഒത്തുകൂടുകയും എപ്പോഴും ദീനുൽ ഇസ്ലാമിൻ്റെ കാര്യം അവരെ ഉപദേശിക്കുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇങ്ങനെ പറയണേ, ഇത് പൊതുജനങ്ങളോട് പറയരുത്. റസൂലുള്ള എപ്പോഴും അവരായിട്ട് മീറ്റിംഗ് കൂടുന്നുണ്ട് ഉണർവിൽ, ലോകത്തുള്ള ഔലിയാവ്, പ്രഗത്ഭരായ ഔലിയാവുമായിട്ട് അങ്ങനെ മീറ്റിംഗ് കൂടി ഓരോ നിയമങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് റസൂല പറഞ്ഞു. അതുകൊണ്ട് ഔലിയാക്കന്മാർ രഹസ്യം വിടാത്തത്, പല രഹസ്യവും വിടാത്തത്. രഹസ്യം വിട്ടാലാവുക കുട്ടിച്ചോറാവില്ലേ. അപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ സ്നേഹത്തിലും വലിയ സന്തോഷത്തിലും പെരുമാറുന്ന കൂട്ടരാണ്, ഉണർവിൽ പെരുമാറുന്ന കൂട്ടരാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ. തോല് മുത്തനബിൻ്റെ മക്കളല്ലേ യാ വലതീന്ന് വിളിക്കണമുണ്ട്. എന്നിട്ട് പിന്നെ അവർ പിന്നെ മുത്തനബിൻ്റെ മക്കളാവാതിരിക്കണം. എങ്ങനെ? യഥാർത്ഥ നസബ് നൂറ് മുഹമ്മദിയായിട്ട്, ആ റൂഹുൽ അർവാഹായ നൂറ് മുഹമ്മദിയായിട്ട് നസബ് നമുക്ക് പിന്നെ സ്ഥാപിക്കുമ്പോഴാണ് നസബ് അങ്ങോട്ട് മുട്ടുന്നത് ശരിക്കും. മറ്റേതിപ്പോൾ ഈ ദമവിയായ നസബ് കിട്ടിയത് അത് അള്ളാഹുവിൻ്റെ ഒരു മുൻ തീരുമാനം എന്നല്ലാതെ വലിയനിക്ക് അതിൽ കെസ്ബുണ്ടല്ലോ. ദേഹത്തിനോട് എതിരായി, നഫ്സുൽ അമ്മാറയോട് എതിരായി നിന്നതിൻ്റെ ശേഷം അധ്വാനിച്ചിട്ട് കിട്ടിയതാണ്. അതാണ് പറഞ്ഞത്. അത് സൂചിപ്പിക്കാനാ മുത്തനബി പറഞ്ഞത് സൽമാൻ മിന്ന അഹ്ലൽ ബൈത്ത്. സൽമാൻ മിന്ന അഹ്ലൽ ബൈത്ത്. ഇത് സൽമാൻ എടുത്തു വരാൻ കാരണം സിദ്ദീഖുൽ അക്ബർ മിന്ന അഹ്ലൽ ബൈത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിച്ചു പോവും, ഖുറൈശിയല്ലേ, പിന്നെ അഹ്ലൽ ബൈത്ത് ആവാതിരിക്കുമല്ലോ. ആരെ പറ്റി പറഞ്ഞാലും അങ്ങനെ തോന്നിപ്പോവും നിങ്ങൾക്ക്.
ഇന്ന് സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു പേർഷ്യക്കാരനാണ്. ഇവരായിട്ട് ഒരു ബന്ധമില്ല. അവരുടെ നസബ് പേർഷ്യ. അവരെ പറ്റിയാൽ പറഞ്ഞ സൽമാനു മിന്ന അഹ്ലുൽ ബൈത്ത്, ആഖിറൻ സലാമത്തായ കൂട്ടർ. നല്ലോ സലീമായാൽ പോരാ, സൽമാനാവണം. അതിനൊക്കെ രണ്ടർത്ഥമുണ്ട്, അതിനൊക്കെ രണ്ടർത്ഥങ്ങളുണ്ട്. ഫാത്തിമ ബീവിൻ്റെ മക്കളാണ് അഹ്ലു ബൈത്ത് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം മറ്റേ ഫാത്തിമ ബീവിൻ്റെ മക്കൾ അഹ്ലു ബൈത്ത് തന്നെയാണ്. ഞാനീ പറഞ്ഞ ഈ ഔലിയാ എന്ന് പറഞ്ഞ കൂട്ടരും ഫാത്തിമ ബീവിൻ്റെ മക്കൾ. അത് ഏത് ഫാത്തിമ ബീവിയാ? നഫ്സുൽ അമ്മാർ ഉണ്ടല്ലോ, ആ നഫ്സുൽ അമ്മാറ വേണ്ടാത്തരങ്ങളെ തൊട്ടൊക്കെ ഫത്വ ചെയ്താൽ അപ്പോഴാണ് വിലായത്തിൻ്റെ മക്കളെ മുളക്കുന്നത്, വിലായത്തിൻ്റെ മക്കളെ പ്രസവിക്കാൻ കഴിയുന്നത്. അപ്പോൾ ആ നല്ല മക്കൾ ഹസനുമായി ഹുസൈനുമായി. ചില നേരത്തെ പറഞ്ഞ പിന്നെ നമ്മൾ ദുആയിൽ പറഞ്ഞ സിഗാറുൽ ഔലിയ ഒരു ഹുസൈനായി, മറ്റേ കിബാറുൽ ഔലിയ ഹസനുമായി. പിന്നെ ഓലെ പറ്റി അഹ്ലുൽ ബൈത്ത് വീടിൻ്റെ അഹലുകാർ എന്ന് പറയാൻ കാരണം ഓരല്ലേ വീടിൻ്റെ അഹലുകാർ. മുത്തുനബിൻ്റെ വീട് ഏതാ? മുത്തുനബിൻ്റെ വീട് മദീനയിലുണ്ടായതല്ല, അത് കഞ്ഞുടിക്കണ വീടാണ്. അതല്ല, മുത്തുനബിൻ്റെ വീട് എന്ന് പറയുന്നത് ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ, 5 തൂണുമ്മേൽ ബിൽഡിംഗ് ചെയ്യപ്പെട്ടത്, എടുക്കപ്പെട്ടതാണ് ഇസ്ലാമാകുന്ന മഹാമന്ദിരം. ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ വീടിൻ്റെ ഉള്ളിൽ ഔദ്യോഗികമായി പൂർണ്ണമായി ആര് കടന്നോ അവനാ അഹ്ലുൽ ബൈത്ത്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആ വീടിൻ്റെ അകത്ത് കടന്ന മാതിരി വേറെ ആരെങ്കിലും കടന്നോ? അതല്ലേ സിദ്ദീഖുൽ അക്ബർ അംബിയാ കഴിഞ്ഞാൽ പിന്നെ 1-ാം സ്ഥാനത്ത് ഫാത്തിമ ബീവിനേക്കാൾ 1-ാം സ്ഥാനത്ത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആണ് അല തഹ്ഖീഖി. ഫാത്തിമ ബീവിയെ ചിലർ പറഞ്ഞിട്ടുണ്ടെങ്കിലും അപ്പോൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആണ് ആ വീടിൻ്റെ അവകാശി. ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ എന്ന് പറഞ്ഞ വീടിൻ്റെ അവകാശി, അതാണ് സാക്ഷാൽ വീട്. അപ്പോൾ വീടാകുമ്പോൾ മഴയുള്ളതൊക്കെ ഉണ്ട്, തണുപ്പില്ലാതൊക്കെ ഉണ്ട്, ചൂടുള്ളതൊക്കെ ഉണ്ട്. അതന്നെ ദീനുൽ ഇസ്ലാമിൻ്റെ ലക്ഷ്യം. നരകമാവുന്ന സാക്ഷാൽ ചൂട് കിട്ടൂല ദീനുൽ ഇസ്ലാമാകുന്ന വീട്ടിൽ കടന്നാൽ, വീട്ടിൽ പ്രവേശിച്ചാൽ. ആ നരകത്തിൽ സംഹരീർ എന്ന് പറഞ്ഞൊരു തണുപ്പുണ്ട്, സാക്ഷാൽ തണുപ്പ്. ആ തണുപ്പ് കിട്ടൂല ദീനുൽ ഇസ്ലാമാവുന്ന വീടിൻ്റെ ഉള്ളിൽ കയറിയാൽ. അപ്പോൾ അഹ്ലു ബൈത്തിന് അങ്ങനെ വേനുണ്ട്. ആ അഹ്ലു ബൈത്ത് ആവൽ നിർബന്ധ കുത്തുബിന്. ആ അഹ്ലു ബൈത്ത് പെടാത്തവനെ കുത്തുബാകാൻ പറ്റൂല. അങ്ങനെ ഒരു അഹ്ലു ബൈത്ത് ഉണ്ട്. ഇപ്പോൾ കുത്തുബിനെ പറ്റി നമ്മൾ ഒരു പുസ്തകം എഴുതണമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്നാലിപ്പോൾ ഇതൊക്കെ പാടെ ഫുള്ള് തഹരീറായി എഴുതാൻ പറ്റുള്ളൂ. അഹ്ലു ബൈത്തിനെ പറ്റി എഴുതണം ഇപ്പോൾ ഒരു പുസ്തകം. കുത്തുബിൻ്റെ നിബന്ധന എന്ന് പറഞ്ഞിട്ടില്ല, അതിന് നേരമല്ല. ഇനി കുത്തുബ് ഹയ്യാബൽ നിർബന്ധം, മരിച്ചാൽ പറ്റൂല എന്ന് ഷാറാലിമാൻ പറഞ്ഞിട്ടുണ്ട്, ഇവന് അറബിയും പറഞ്ഞിട്ടുണ്ട്. മരിക്കലോട് കൂടെ അത് കഴിഞ്ഞ് സ്ഥാനമുണ്ട്, തസറുഫുണ്ട്. കുത്തുബിയ്യത്ത് എന്ന് വേറൊന്നും നമുക്ക് മനസ്സിലായല്ലോ, ഫുള്ള് അടക്കി ഭരിക്കുക. അതുപോയി ചോദിച്ചാലൊക്കെ കിട്ടും, ഇസ്തിയാസ് ചെയ്താൽ അവിടെ ഹാദറാവുക ചെയ്യും, വേണ്ടിയൊക്കെ തരും. അത് വേറെ തസറുഫുണ്ട്, തദ്ബീറൊക്കെ ഉണ്ട്. ഏത് അനക്ക് വേണ്ടിയൊക്കെ തരും. ലോകം മൊത്തം അതില്ല, അത് മരിച്ചാൽ കഴിഞ്ഞു. അവിടെ നിൽക്കുക. നമ്മൾ പറഞ്ഞപ്പോൾ ഔദ്യ അയച്ചുള്ളൂ, സമയമല്ലല്ലോ. സല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സംശയം ഉണ്ടെങ്കിൽ മഗ്‌രിബ് നിസ്കരിച്ച ഉടനെ വേണമെങ്കിൽ, അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ചോദിക്കാം.